ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് 3 മാസം നിങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, മോഡൽ എക്സാം ഒക്കെ വരികയാണ്, മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മോഡൽ എക്സാം എങ്ങനെ പഠിക്കണം, മാർക്ക് കുറയുന്നുണ്ടാവും, ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി വീഡിയോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, NCERT റീഡ് ചെയ്യണോ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, റിവിഷൻ എങ്ങനെ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യും. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഈ വീഡിയോ എടുക്കാൻ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, അതിൽ 100% ഷുവർ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്ര നാളെ പറയാനുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ എക്സാമിനെ കുറിച്ച് പറയാൻ ഞാൻ എന്താ വെച്ചാൽ എല്ലാ കാര്യവും മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ആയിരിക്കും, മോഡൽ എക്സാം തുടങ്ങിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാം ആകുമ്പോൾ വീക്കിലി 2 തവണയായിട്ട് എക്സാം ഉണ്ടാവും, കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമെന്ന് ആദ്യം പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളെ എക്സാം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഞായറാഴ്ച എക്സാം ആണ്, നിങ്ങൾക്കൊരു 3 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഞായറാഴ്ച എക്സാം ആണ്, 3 ദിവസം ഗ്യാപ്പ് കിട്ടി, 12 ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറയണം എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. 12 ടോപ്പിക്സ് ഉണ്ട്. 12 ടോപ്പിക്സ് ഉണ്ടാകുമ്പോൾ ഒരു ദിവസം 4 ടോപ്പിക് പഠിക്കേണ്ടി വരും. 4 × 3 12. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ ഒരു ദിവസം 4 ടോപ്പിക്. അപ്പോൾ ഈ 4 ടോപ്പിക്കിൽ ഒരു ദിവസം പഠിക്കണം. ഈ 4 ടോപ്പിക്കിൽ എന്തായിരിക്കണം? ഫിസിക്സ്, കെമിസ്ട്രി, 2 ചാപ്റ്റർ ബയോളജി. നോർമലി അങ്ങനെയാണ് വരാറ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എന്തായിരിക്കണം? ടഫുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഇത് 3 സിമ്പിൾ ആയിരിക്കണം. മനസ്സിലായില്ല? ഫിസിക്സ് ടഫുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഇത് 3 സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നാളെ ഇന്ന് അങ്ങനെ ചെയ്തു. നാളെ കെമിസ്ട്രി ടഫുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഫിസിക്സ് ആൻഡ് ബയോളജി സിമ്പിൾ ആയിരിക്കണം. ഈ ബയോളജി നിങ്ങൾ രാവിലെ 6 മുതൽ 10 മണിൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കുക. ഫിസിക്സ് നിങ്ങൾ ഏകദേശം കുറച്ച് അധികം ടൈം എടുത്തിട്ട് ഫിസിക്സ് പഠിക്കുക, അതിനുശേഷം കെമിസ്ട്രി പഠിക്കുക. പിന്നെ ഇത് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ച് തീരാനുള്ള വേറെ മെത്തേഡും കൂടി പറഞ്ഞുതരാം. ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെക്കുക. 5 ക്വസ്റ്റ്യൻ ഫിസിക്സ് ചെയ്യുക, 5 ക്വസ്റ്റ്യൻ കെമിസ്ട്രി ചെയ്യുക, 5 ക്വസ്റ്റ്യൻ ഫിസിക്സ് ചെയ്യുക. അതായത് രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11 വരെ 5 ക്വസ്റ്റ്യൻ ഫിസിക്സ്, 5 ക്വസ്റ്റ്യൻ കെമിസ്ട്രി, അങ്ങനെ മാറ്റി ചെയ്യുക. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഫിസിക്സ് ചെയ്യുമ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ കെമിസ്ട്രി ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ. പിന്നെ വീണ്ടും ഫിസിക്സിൽ വീണ്ടും എത്തുമ്പോൾ നിങ്ങൾ അടുത്ത ടോപ്പിക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് ഒരു 10-12 റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ചാപ്റ്റർ ഫുൾ ആവും. അപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും സെയിം ടോപ്പിക്ക് റിപ്പീറ്റ് അടിക്കാം. സെയിം ടോപ്പിക്കിൽ പിന്നെയും അടുത്ത 5 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എനിക്ക് ടെല്ലന്റെ പവർ ബാങ്ക് സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഈ ഒരു സീരീസ് നിങ്ങൾ ലാസ്റ്റ് ടൈം നീറ്റ് എക്സാം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ്. ഈ ഒരു പവർ ബാങ്ക് സീരീസ് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും വെച്ച് കഴിഞ്ഞാൽ, റിവിഷൻ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ നീറ്റിൽ ലാസ്റ്റ് ടൈം ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു റിവിഷൻ വീഡിയോസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, നീറ്റിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും ഈ ഒരു പവർ ബാങ്ക് സീരീസ് വഴി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്, RTS. ഓക്കെ, ഇതിൽ മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ സെലക്ട് ചെയ്തുകൊണ്ട് മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഓരോ മൊഡ്യൂളായിട്ട്. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റിന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് DPPs ഉണ്ട്, ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ചെയ്തുകൊണ്ട് സെറ്റാക്കാൻ പറ്റും. ഇത് മാത്രമല്ല PDF ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നീറ്റിന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് PDF ഫോർമാറ്റിൽ തരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് മെഡിക്കോസോ അല്ലെങ്കിൽ നീറ്റ് ഫാക്കൽറ്റീസോ, അതായത് നീറ്റിലൊക്കെ ഒരുപാട് ഇവരൊക്കെ മെഡിക്കോസ് ആണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടാണ്, നീറ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഒരുപാട് നീറ്റ് ആസ്പിറൻസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട്, അതായത് ഒരുപാട് നീറ്റ് ആസ്പിറൻസിനെ പഠിപ്പിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുകൊണ്ടായിരിക്കും ഇവർ എക്സാംസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണ്, ₹749 ആണ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ രീതിയിലാണ് ഇവർ ഇതിന്റെ പ്രൈസിങ് കൊടുത്തിട്ടുള്ളത്. വെറും ₹749 അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നീറ്റ് ക്രാക്ക് ചെയ്യുക. ബുക്ക് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ആൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബുക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, ഒരിക്കലും വേറെ ബുക്കിലോട്ട് പോകരുത്. ഓക്കെ, ആൾറെഡി നിങ്ങൾ ഹയർ ലെവൽ ഓഫ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ, ലാസ്റ്റ് ടൈമിൽ ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട. അപ്പോൾ ആൾറെഡി നിങ്ങൾ കുറച്ച് മുന്നേ കുറച്ചൊക്കെ ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾ അത് ചെയ്യുക. വളരെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് ത്രൂ ഔട്ട് ആ ബുക്ക് ഫിസിക്സ് ചെയ്യുക. അല്ലാതെ ഒരു ബുക്ക് 5 ക്വസ്റ്റ്യൻ മറ്റേ ബുക്കിൽ നിന്ന് ചെയ്യാതിരിക്കുക. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തീർക്കും. അതൊക്കെ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. വീണ്ടും ലാസ്റ്റ് 1 മന്ത്, ഇപ്പോൾ 3 മാസമുണ്ട്, 3.5 മാസമുണ്ട്, ലാസ്റ്റ് 1 മാസം നിങ്ങൾ എന്ത് ചെയ്യണം? 15 ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നോ, അപ്പോൾ ഏകദേശം 15ഓളം ഫുൾ ടോപ്പിക് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 1.5 എഴുതാം. ഡെയിലി എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഡെയിലി എഴുതാൻ കഴിയണമെന്നില്ല. 1.5 ഇന്ന് എക്സാം എഴുതുകയാണെങ്കിൽ നാളെ എഴുതണം, മറ്റന്നാൾ എഴുതാം ഫുൾ ടോപ്പിക്. അത് അനാലിസിസും ചെയ്യണം. അതുപോലെ തന്നെ ലാസ്റ്റത്തെ 1 വീക്ക് ഉണ്ടല്ലോ, ലാസ്റ്റത്തെ 1 വീക്ക് ഓഫ് നീറ്റ് എക്സാമിന് മുന്നത്തെ ലാസ്റ്റത്തെ 1 വീക്ക് കംപ്ലീറ്റ്ലി ബയോളജി NCERT റീഡ് ചെയ്യുക. 2 ബുക്കും കംപ്ലീറ്റ്ലി നിങ്ങൾ റീഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നീറ്റിന് പോകുന്ന ലാസ്റ്റ് പ്രീവിയസ് ഡേ എന്ത് ചെയ്യാം? എല്ലാ ചാപ്റ്ററിലൂടെ ജസ്റ്റ് എല്ലാ പേജും മറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാൻ പെട്ടെന്ന് തിരിഞ്ഞാണ് ചെയ്ത മെത്തേഡാണ് അത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മറക്കൂല. സെറ്റാക്കി നിങ്ങൾക്ക് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിങ്ങൾക്ക് നീറ്റിന് അത് ചോറായിട്ട് ചോദ്യം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും ചെയ്യും. നീറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നുള്ളത് എക്സാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഞായറാഴ്ച എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താണ്? എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഡൗൺ ആയിരിക്കും. ഒരു പേടിയും പഠിക്കേണ്ട. തുടക്കത്തിലാണ് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കൂട്ടാൻ ശ്രമിക്കുക. റാങ്ക് അത്ര ബോധർ ചെയ്യണം, മാർക്ക് കൂട്ടാൻ നോക്കുക. റാങ്ക് ആകുമ്പോൾ ചിലപ്പോൾ റാങ്കിൽ വേരിയേഷൻ വരില്ല. ഓക്കെ, മാർക്ക് കൂട്ടുക. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് റാങ്ക് സെറ്റ് ആവും. ഓക്കെ, മാർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫുള്ള എക്സാം വരും, ടഫുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ മാർക്ക് കൂടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ മാർക്ക് വീണ്ടും കുറയും. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെ കൂടി ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് വരായിരിക്കും. ഒറ്റൊരു എക്സാം കൊണ്ട് വീണ്ടും താഴെത്തും. കാരണം എന്താ? എക്സാം ടഫാണ്. അപ്പോൾ നിങ്ങളെ റാങ്ക് ആ നേരത്തെ റാങ്ക് ഒന്ന് നോക്കണം. അപ്പോൾ റാങ്ക് നിങ്ങൾക്ക് ആൾറെഡി കിട്ടുന്ന റാങ്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ടെൻഷൻ ആവണ്ട. പിന്നെ മാർക്ക് കമ്പയർ ചെയ്ത് ഫ്രണ്ട്സിന്റെ എക്സാം പേപ്പർ നോക്കിയിട്ട്, ആൻസർ പേപ്പർ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മാർക്ക് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് കാര്യം എന്താ വെച്ചാൽ യാതൊരു കാര്യമില്ല. നമുക്കത് നോക്കിയിട്ട് എന്താ കാര്യം? അത് ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നല്ല മാർക്ക് വാങ്ങുന്നവർക്കൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ താഴെ പോകും. അതുകൊണ്ട് ഇപ്പൊ താഴെയുള്ളവരൊക്കെ നല്ല മാർക്ക് കിട്ടുന്നവരുണ്ട്. ഓക്കെ, എന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. 300 മാർക്കിനൊക്കെ നീറ്റിൽ 650 നേടിയവർ വരെയുണ്ട്. പിന്നെ മാർക്ക് അനാലിസിസ്. ഇന്ന് ഞായറാഴ്ച നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് അനലൈസ് ചെയ്യുക. നിങ്ങൾ മാർക്കല്ല, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അനാലിസിസ് ചെയ്യാം? നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് തരും. ആ വീഡിയോസ് കൊണ്ട് തെറ്റിപ്പോയി എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട് അപ്പം തന്നെ ചാപ്റ്റർ ബയോളജി ഒക്കെ ആണെങ്കിൽ റീഡ് ചെയ്യുക, ഫിസിക്സ് അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ആ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്ന എനിക്കൊന്നും നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ടൈം ഉണ്ടെങ്കിൽ തെറ്റിപ്പോയ ടോപ്പിക്കിന് 5 ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ സെറ്റ് ആവും. ഓക്കെ, അങ്ങനെ ഏകദേശം ചെയ്യുമ്പോഴത്തേക്ക് അന്ന് രാത്രി ഫുള്ള് നിങ്ങൾക്ക് ആ ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അന്ന് രാത്രി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സെറ്റ്. പിന്നെ ഉച്ചക്ക് ഉറങ്ങുക. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും എക്സാം എഴുതാത്തൊരു ഉച്ചക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉച്ചക്കുള്ള ഉറക്കം നിർത്തുക. ഇന്ന് തന്നെ നിർത്തുക. ഓക്കെ, അടുത്ത പറയാനുള്ള ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മര്യാദയ്ക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യേണ്ട, അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെക്കുക. നേരെ യൂട്യൂബിൽ ചെന്നിട്ട് 100 ക്വസ്റ്റ്യൻ സീരീസിനോ ഒരു ചാപ്റ്ററിന്റെ അടിച്ചിട്ട് നിങ്ങൾ ആ ചാപ്റ്ററിന്റെ 100 ക്വസ്റ്റ്യൻ സീരീസോ അല്ലെങ്കിൽ എന്തിലൊക്കെ അടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ 100 ക്വസ്റ്റ്യൻ സീരീസ്, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ 1 ഷോട്ട് സീരീസ് എടുക്കുക. 1 ഷോട്ടിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ രീതിയിൽ അവർ ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം കിട്ടും. കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ടഫ് ആണെങ്കിൽ പിന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾ എക്സാമിനും ഏകദേശം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ 1 ഷോട്ടിലും ക്വസ്റ്റ്യൻ സീരീസിലൊക്കെ എടുപ്പിക്കുള്ളൂ. ഓക്കെ, അതും സെറ്റാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ റിവിഷൻ സ്ട്രാറ്റജി. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് റിവിഷൻ. കാര്യം എക്സാമിന് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അല്ലെങ്കിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ടോപ്പിക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നൊരു യൂണിറ്റ് 1ന്റെ എക്സാം ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് യൂണിറ്റ് 2ന്റെ എക്സാം ഉണ്ടാവും. യൂണിറ്റ് 2ന്റെ എക്സാം നിങ്ങൾ പഠിക്കാന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ടൈമിൽ യൂണിറ്റ് 1 റിവൈസ് ചെയ്യണമെന്നാണ് ഒരുപാട് പേരുടെ ഡൗട്ട്. ഇപ്പോൾ തന്നെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3 മാസം നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് 2 പഠിക്കുമ്പോൾ യൂണിറ്റ് 1 റിവൈസ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ യൂണിറ്റ് 2ന് അത്രയും പ്രിപ്പയർ ചെയ്താലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. കാര്യം ഇപ്പോൾ യൂണിറ്റ് 2ന്റെ ടൈമിൽ നിങ്ങൾ യൂണിറ്റ് 1 കൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് 2 പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഗ്രാജുവലി യൂണിറ്റ് 2ന്റെ മാർക്ക് കുറയും. അപ്പോൾ എന്ത് ചെയ്യുക? യൂണിറ്റ് 1ന്റെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് റിവൈസ് ചെയ്യേണ്ട. ജസ്റ്റ് യൂണിറ്റ് 1നെ മാക്സിമം പഠിക്കുക, സെറ്റാക്കുക. പിന്നെ അടുത്ത യൂണിറ്റ് 2ന് പഠിക്കുക. എപ്പോൾ യൂണിറ്റ് 1 റിവൈസ് ചെയ്യും? പിന്നെ കമ്പൈൻഡ് വരും. യൂണിറ്റ് 1ഉം 2ഉം കമ്പൈൻഡ് വരും. ആ ടൈമിൽ ഇത് 2ഉം റിവൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് തന്നെ ഏറ്റവും നല്ല മെത്തേഡ് എൻ്റെ മെത്തേഡാണ്. ഓക്കെ, അത് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് കുറയും, പഠിക്കാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ, സെറ്റ്. പിന്നെ ലാസ്റ്റ് 1 മന്ത് നിങ്ങൾ ഫുൾ ടോപ്പിക് എഴുതണം പറഞ്ഞില്ല. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. ലാസ്റ്റ് 1 മന്താണ് എക്സ്ക്ലൂസീവ് റിവിഷൻ. ഓക്കെ,
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഇപ്പൊ കറക്റ്റ് ടൈമാണ്, ഇപ്പൊ പറയേണ്ട കറക്റ്റ് ടൈമാണ്. അതുകൊണ്ടാണ് വീണ്ടും പിന്നെ പറയാനുള്ളത് NCERT ക്വസ്റ്റ്യൻ പ്ലസ് റീഡിംഗ്. അതായത് NCERT ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ നീറ്റ് പഠിച്ചപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യമില്ല, NCERT ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് കിട്ടുന്നെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചെയ്യാം. അതായത് NCERT മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് NCERT ചോദിക്കൂല. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും 100-200 ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പോൾ അതിൽ പെടാതിരിക്കുക. NCERT റീഡ് ചെയ്യണം. ബയോളജിയിലും ഇനോർഗാനിക് കെമിസ്ട്രിക്കും റീഡ് ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രി ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി അതിൽ ഹൈലൈറ്ററൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഫിസിക്സ് ഒന്നും NCERT ഇപ്പോൾ ഒരിക്കലും നോക്കണ്ട, അതിനുള്ള ടൈം നിങ്ങൾക്കില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം ഫിസിക്സ് NCERT ഒക്കെ നിങ്ങൾക്ക് എക്സാമിൽ തന്നെ ഒരുപാട് NCERTൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് ചെയ്താൽ മതി. ഇനി അടുത്ത് പറയാനുള്ളത് ഓൺലി 1 എക്സാം സീരീസ്, അതായത് ഫോളോ ഓൺലി 1 എക്സാം സീരീസ്. നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഇപ്പോൾ ബ്രില്യൻറ്റിൽ ഡൽഹി സൈലത്തിലുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ സൈലത്തിൻ്റെ എക്സാം സീരീസ് മാത്രം ഫോളോ ചെയ്യുക, ബ്രില്യൻറ്റിലോട്ട് പോകരുത്. അപ്പോൾ ബ്രില്യൻറ്റിലാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ എക്സാം സീരീസ് മാത്രം ഫോളോ ചെയ്യുക, സൈലത്തിലോട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഞാൻ രണ്ടിലും പഠിച്ചുകൊണ്ടാണ് അതിന് കമ്പയർ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാം സീരീസ് ടെസ്റ്റ് സീരീസ് കമ്പൈൻഡ് ആയി ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ എക്സാം ടഫ് ഇല്ലെങ്കിൽ അടുത്ത എക്സാമിൽ ടഫ് ആക്കാനായിരിക്കും ഈ എക്സാം ലോ ആക്കിയിട്ടത്. അപ്പോൾ അടുത്ത എക്സാം വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം എഴുതുമ്പോൾ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് ചെയ്യരുത്. ഓക്കെ, സെറ്റ്. ഫുൾ ടോപ്പിക് ഒക്കെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ആക്കിയിട്ട് ചെയ്യുന്നു. ഇതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ പറയാനുള്ളത് മാക്സിമം എക്സാംസ്, അതായത് ലാസ്റ്റ് ടൈമിൽ മാക്സിമം എക്സാംസ് എഴുതുക. എക്സാംസിലാണ് കാര്യം. അതായത് കിട്ടുന്ന എല്ലാ എക്സാം ചെയ്ത് ഒരു എക്സാമും സ്കിപ്പ് ചെയ്യരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു എക്സാം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അടുത്ത് പറയാനുള്ളത് ടേക്ക് ബ്രേക്സ്. അതായത് പഠിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ, നല്ല റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അരമണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത് മോട്ടിവേഷൻ വീഡിയോസ്. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ മാർക്ക് കുറയുമ്പോൾ ഞായറാഴ്ച എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസ്, MBBS വ്ളോഗ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ എക്സാമിന് ബാധിക്കില്ല. നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. മോട്ടിവേഷനാണ് നമുക്ക് വേണ്ടത്. മൈൻഡ് സെറ്റ് ആക്കണം. ലാസ്റ്റ് ടൈം മൈൻഡ് സെറ്റ് ആക്കിയിട്ടാണ് കാര്യങ്ങൾ, അല്ലാതെ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അത്രയും മൈൻഡ് സെറ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് ലാസ്റ്റ് മെയ്യൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാക്കി നമുക്ക് നിൽക്കണം. ഓക്കെ, റെഡി. മാക്സിമം ഓഫ്ലൈൻ എക്സാംസ്, അതായത് നിങ്ങൾ ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പെൻ പേപ്പർ വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം എക്സാംസ് കിട്ടുന്നുണ്ടോ ഓഫ്ലൈൻ എക്സാംസ് അത്രത്തോളം ഓഫ്ലൈൻ എക്സാംസ് ചെയ്താൽ. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഓഫ്ലൈൻ സെൻറ്റർ എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ഓഫ്ലൈൻ എഴുതിയാൽ മതി. കാര്യം വെച്ചാൽ ബുദ്ധിമുട്ടാണ് ആഴ്ച 2-3 തവണ പോവല്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു മാസത്തിൽ 1 എഴുതിയാൽ മതി. അപ്പം ഇങ്ങനത്തെ ഒരു എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് OMR പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഓഫ്ലൈൻ എക്സാംസ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതണം. കാര്യം എന്ന് വെച്ചാൽ ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് സെറ്റാക്കി പോകാൻ പറ്റുക. പിന്നെ OMR ബബ്ലിംഗ് ഒക്കെ അപ്പോഴാണ് പഠിക്കുക. എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട് അപ്പം തന്നെ ബബിൾ ചെയ്തിട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നതൊക്കെ അപ്പം തന്നെ ബബിൾ ചെയ്ത് പോകുക. ബബ്ലിംഗ് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലോപ്പ് ആവും. 60-70 ക്വസ്റ്റ്യൻസ് വരെ ഫുൾ ഒറ്റയടിക്ക് ഫ്ലോപ്പ് ആയവർ വരെ ഉണ്ട് നീറ്റിൻ്റെ ഹിസ്റ്ററിയിൽ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും എന്താ പറയുക, ഇത് എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കും. ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് വീണ്ടും അടുത്ത് പറയാനുള്ളത് ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ എക്സാംസ് ആണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ ഇന്നൊരു ഞായറാഴ്ചത്തെ എക്സാം കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ റെസ്റ്റ് എടുത്തുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. റെസ്റ്റ് എടുത്താൽ നിങ്ങൾ റിലാക്സ് ആവുക, ഒന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങുക. പിന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും, നല്ല വെള്ളം കുടിക്കുക, എന്നാലൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇക്വേഷൻ ബുക്ക് റിവിഷൻ. ഇനി പിന്നെ പറയാൻ ലാസ്റ്റിലാണ് ഇക്വേഷൻ ബുക്ക്. നിങ്ങൾ കയ്യിൽ ഇപ്പോൾ ഇക്വേഷൻ ബുക്ക് ഉണ്ടായിരിക്കും. ഇക്വേഷൻ ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ബുക്ക് നിങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇക്വേഷൻ ബുക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ലാസ്റ്റ് 1 മന്ത് 2 മന്ത് ഒക്കെ ആകുമ്പോൾ റിവൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ മൊഡ്യൂൾ എക്സാംസിന്റെ ഇടയിൽ റിവൈസ് ചെയ്യുന്നത്, അല്ലാത്ത ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ഇക്വേഷൻസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ റിവിഷനൊക്കെ ലാസ്റ്റിൽ ഒരു 1.5 മാസമാണ് എക്സ്ക്ലൂസീവ് റിവിഷൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിറ്റ് കമ്പൈൻഡ് മോഡലിലേക്ക് വരുമ്പോൾ സെറ്റാക്കുക. ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് ഇനീഷ്യലി പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മളെ വീഡിയോ കാണുന്നത് അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അതൊരു പ്ലാൻ റെഡിയാക്കി, മൊബൈലിൽ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനീഷ്യലിട്ട് എന്തൊക്കെ നിങ്ങളോട് പറയണം എന്ന് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. നീറ്റ് ക്രാക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും ക്രാക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും തന്നെ എന്താ പറയുക, ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കുക. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയാക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.